ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇപ്പോൾ ഞങ്ങളുള്ളത് തിരുവല്ലയിലെ മഹേന്ദ്രയുടെ ഷോറൂമിലാണുള്ളത്. മഹേന്ദ്രയുടെ XUV700 വാല്യൂ ഫോർ മണി വേരിയൻ്റായിട്ടുള്ള AX5 എന്ന വേരിയൻറ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. AX5 5 സീറ്റർ വാഹനമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 17.69 ലക്ഷമാണ്. ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോഴേക്കും 22 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ AX5 XUV700 AX5 എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇതാണ് നമ്മുടെ AX5ൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. കാര്യമില്ലാത്ത ചേഞ്ചസ് വരുന്ന ഈ ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ്, അതുപോലെ LED DRL ടേൺ ഇൻഡിക്കേറ്റേഴ്സും ആണ്. ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള DRLs സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു AX5 വേരിയൻറ്റിലാണ്. അതുപോലെ തന്നെ ഫോക്ക് ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു AX5 വേരിയൻറ്റിലാണ്. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. താഴെ ഒരു ഗ്രേ കളറിലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ താഴെയായിട്ട് ലിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുന്നില്ല. മെയിനായിട്ടൊരു ഹെഡ്ലാമ്പ് യൂണിറ്റിലാണ് ഈ ഒരു ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റും. AX5ൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു അലോയ് വീൽസ് ആണ് മെയിനായിട്ടുള്ള ചേഞ്ചസ്. 17 ഇഞ്ച് ഡയമണ്ട് കളർ അലോയ് വീൽസ് ആണ് ഇതിന് വരുന്നത്. നമ്മൾ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴേക്കും അത് 18 ഇഞ്ച് അലോയ് വീൽസ് ആവും. രണ്ടും ഡിസൈൻ ചെറിയൊരു ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഒരു AX5ൻ്റെ അലോയിലെ ഡിസൈനാണ്. ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത് 235/65 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. നമ്മൾ ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഈ ഒരു മിററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ബേസ് തൊട്ട് ആ ഒരു രീതിയിലാണ് വരുന്നത്. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മുടെ ഈ സൈഡ് പ്രൊഫൈലിൽ വരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്മാർട്ട് ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി LED ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AX5 വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാച്ചും കൊടുത്തിട്ടുണ്ട്. ഈ AX5 തൊട്ടിട്ടാണ് നമുക്ക് ഈ ഒരു റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിഫോഗറും പിന്നെ റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ ഷാർഫിൻ ആനയാണ് വരുന്നത്. പിന്നെ സ്പോയിലറും അതുപോലെ തന്നെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രേ കളർ ഫിനിഷിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എക്സ്റ്റീരിയറിലെ ചേഞ്ചസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരു ഹെല്ലാം, സൈഡിൽ ആ ഒരു അലോയിൽ, ബാക്കിൽ ആ വൈപ്പേഴ്സ്, അതുപോലെ ക്യാമറ, ഇതൊക്കെയാണ് നമുക്കൊരു AX5 വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഉള്ള എക്സ്റ്റീരിയറിലെ ചേഞ്ചസ് എന്ന് പറയാൻ പറ്റും. നമ്മളിനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ AX5ൻ്റെ കീ സെറ്റ് വരുന്നത്. ഈ ഒരു CPI ആണ് വരുന്നത്. സ്മാർട്ട് കീയും കാര്യങ്ങളൊക്കെ വരുന്നത്. ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴാണ് സ്മാർട്ട് കീയും അതുപോലെ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു AX5 വേരിയൻറ്റിൻ്റെ കീ സെറ്റ് വരുന്നത്. നമ്മൾ ഈ ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇതെല്ലാ വേരിയൻസിനും ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ടോപ്പനിലേക്ക് പോകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മൾ ഈ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ്, ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് പവർ വിൻഡോ സ്വിച്ചുകൾ, അതുപോലെ തന്നെ ഔട്ട്സൈഡ് മിറർ സിസ്റ്റം വരുന്നുണ്ട്. ഔട്ട്സൈഡ് മിറർ ഓട്ടോ ഫോൾഡ് ഓപ്ഷൻ വരുന്നില്ല. ഈ ഒരു AS5ലും ഈ ഒരു ഓട്ടോ ഫോൾഡ് ഓപ്ഷൻ വരുന്നില്ല. ഇവിടെ ആയിട്ട് ട്യൂറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ ഹിൽ ഹോൾഡർ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള AC വെൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മളിനി ഇന്ത്യയിലാണ് ഈ ഒരു AS5 വേരിയൻ്റെ മെയിനായിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു AX5 വേരിയൻ്റ് ആയിട്ട് പോലും ഈ ഒരു ഡോർ ഹാൻഡിലെല്ലാം ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തേക്കുന്നത്. മെറ്റൽ ഫിനിഷോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ AX5 വേരിയൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഈ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അത് ഇൻസ്റ്റോൾമെൻറ്റ് ക്ലസ്റ്ററും കൂടി ഇരിക്കുന്നതാണ്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റോൾമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 10.25 ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീൻസാണ് ഒരുമിച്ചിരിക്കുന്നത്. ഒറ്റ പാനൽ പോലെയാണ് ഇരിക്കുന്നത്. നമ്മളിനി സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വരുന്നത് നമുക്ക് ഈ ഒരു AS5 വേരിയൻ്റ് തൊട്ടിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് ഫിനിഷിനുള്ള AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ACയുടെ കൺട്രോളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ടർസർ ലൈറ്റും കാര്യങ്ങളും കൊടുക്കുന്നു. അതിൻ്റെ താഴെ ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ USB Type Aയുടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടോപ്പിൻ്റെ പേരിലേക്ക് പോകുമ്പോഴേക്കും വയർലെസ് ചാർജും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഓട്ടോമാറ്റിക് വെർഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുമ്പോഴേക്കും ഇലക്ട്രോണിക് ബ്രേക്ക് ഒന്നുമല്ല വരുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ 2 കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റിലും ഇതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്, ലെതർ അല്ല. ഹൈ എൻഡിലേക്ക് പോകുമ്പോഴേക്കാണ് നമുക്ക് ലെതർ സീറ്റ്സ് കിട്ടുന്നത്. പക്ഷേ ഇത് ഫാബ്രിക് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട്
കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു മറ്റേ വേരിയൻസിൽ പോലെ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ലെതർ ഫിനിഷോ കാര്യങ്ങളൊന്നും വരുന്നില്ല, അത് ടോട്ടലിലേക്ക് വരുമ്പോൾ വരുന്നത്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു AX5ൻ്റെ മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു വലിയൊരു പാനോറാമിക് സൺറൂഫാണ്. ഈ ഒരു സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു AX5 വേരിയൻറ്റിലാണ് ഈ സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ വാഹനങ്ങൾക്കില്ലാത്ത അത്രയും വലിയൊരു പാനോറാമിക് സൺറൂഫാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു മഹേന്ദ്ര കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു ബെസ്റ്റ് ഇൻ ക്ലാസ് സൺറൂഫ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്കൈ റൂഫ് എന്ന് പറയാൻ പറ്റും. അതിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡിമ്മിങ് മിററും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സൺറൂഫിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയാനായിട്ടുള്ളത്. ഗ്ലോബോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻസ്റ്റോൺ ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇതെല്ലാം നമുക്ക് AX3 തൊട്ടുള്ള വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ആഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സിമിലറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് നമ്മുടെ XC700 എന്ന് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴേക്കാണ്. നമ്മളിനി ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഫ്രണ്ടിലെ ഡോർ പാഡ് വളരെ സിമിലറാണ്. ആ ഒരു പവർ വിൻഡോസ് സിസ്റ്റംസ് ആണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ സ്പീക്കർ അതുപോലെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലെ സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഫാബ്രിക് അപ്പോസ്ട്രിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC വെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ ഒരു USB-C പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയാം. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത്. അതുപോലെ തന്നെ കർട്ടൺ എയർ ബാഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു AX5 വേരിയൻ്റ് തൊട്ടാണ് കർട്ടൺ എയർ ബാഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിയെല്ലാം സ്പേസും കാര്യങ്ങളും സിമിലറാണ് വരുന്നത്. ഇത് നമ്മളിപ്പോൾ എനിക്ക് യൂസ് ചെയ്യുന്ന 5 സീറ്ററാണ് വരുന്നത്. ഇതിൽ തന്നെ 7 സീറ്റർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓപ്ഷനിലാണ് 7 സീറ്റർ. ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. നമ്മളിനിയും ബൂട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർസൽ ട്രേ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇവിടെ ലാമ്പോ കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ മറ്റേ ബേസ് വേരിയൻ്റ് പോലെ തന്നെ ഇവിടെ ഒരു സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പവർ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. നമുക്ക് 7 സീറ്റർ AX5 അവൈലബിൾ ആണ്, ഓപ്ഷനിലാണ് അവൈലബിളും. 7 സീറ്ററായിട്ടും 5 സീറ്ററായിട്ടും നമുക്ക് ഈ ഒരു വാഹനം തന്നെ AX5 വേരിയൻ്റ് തന്നെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും ഈ ഒരു ബാക്ക് സൈഡിനെ പറ്റി പറയാനായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു AX5 എന്ന് പറയാം. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ജെൻ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. കർട്ടൺ എയർ ബാഗ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു AX5 എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 700 5-സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ളൊരു കാറാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു AX5ലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ചേഞ്ചസ് വരുന്നത് ഒരു LED ഹെഡ്ലാമ്പ്, അതുപോലെ തന്നെ അലോയ് വീൽസ്, കോർണറിംഗ് ഫങ്ഷൻസ് കൂടിയവരുടെ ഫോക്ക് ലാംപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. വലിയൊരു പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് സെലക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു AX5 എന്ന വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഇനി നമ്മൾ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ടർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 2.2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് 200 bhp പവർ, അതുപോലെ തന്നെ 380 Nm ടോർക്കും തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ തരുന്നത് 185 bhp പവറും അതുപോലെ തന്നെ 450 Nm ടോർക്കും തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പവർഫുൾ കേസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിനൊരു കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ഹൈറർ, ടാറ്റ സഫാരി ഒക്കെയാണ് ഇതിന് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. അതിനൊന്നും നിലവിൽ ഇപ്പോൾ പെട്രോൾ ഓപ്ഷൻസ് അവൈലബിൾ അല്ല, വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ അടുത്ത കോമ്പറ്റീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാര വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പവർ കുറവുണ്ട്, പവർ ലാഗുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലാഗൊക്കെ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് മാത്രമേ നിങ്ങൾ ഈ ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനങ്ങൾ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ മൈലേജ് ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും റിയാലിറ്റിയിൽ 10, 11, 12 ഒക്കെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മൈലേജ് ഫിഗേഴ്സ് വരുന്നുള്ളൂ. സോ അതും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. സോ 7W അല്ലെങ്കിൽ MG ഹെക്ടർ അല്ലെങ്കിൽ ടാറ്റ സഫാരി പോലുള്ള വാഹനങ്ങൾ നോക്കുക.